ഹലോ. സൺഡേ ആയിട്ട് എന്താ എല്ലാവരുടെയും പരിപാടി? എൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണം ഞാനിവിടെ രാവിലെ കെട്ടിയൊരുങ്ങി പോയത് നമ്മുടെ ദേവദൂതൻ ഇപ്പോൾ റിലീസായിട്ട് പടം ബന്നാർഘട്ടം റോയൽ മീനാക്ഷി മോളിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ബിക്കോസ് അത് ഫസ്റ്റ് ടൈം ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല തിയേറ്ററിൽ. ഒരുപാട് പ്രാവശ്യം ടി വിയിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ കാണുന്നത് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് കാണാൻ വേണ്ടി മീനാക്ഷി മോളിലെത്തി. കുറച്ച് നേരത്തെ ഞാൻ എത്തിയായിരുന്നു. 1:50ക്കാണ് പടം. ഞാനൊരു 1:05 ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അപ്പോൾ എത്തിയിട്ട് മോളിലൊക്കെ ഒന്ന് കറങ്ങി ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വ്യൂ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ മെട്രോ ആണ് ഇപ്പോഴത്തെ. അപ്പോൾ പടത്തിന് കയറി. ഇനി പടം തീർന്നിട്ട് അങ്ങനെ പടം കണ്ടു കഴിഞ്ഞു. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. തിയേറ്ററിൽ ഞാൻ കാണാൻ തീരുമാനിച്ചത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി. എന്ത് രസമായിരുന്നു അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഈ പടത്തിലെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ ഗൂസ് ബംസ് വന്നിരിക്കും നമ്മൾ. അത്രയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായ സോങ്സാണ് ഈ പടത്തിലുള്ളത്. പിന്നെ ലാലേട്ടനെയും ജയപ്രദയൊക്കെ കണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തിയേറ്ററിൽ ഈ പടം കണ്ടിട്ട്. ഇത് ഫസ്റ്റ് ടൈം റിലീസായ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ 6th or 7th എങ്ങാണ്ടാണ്. ആ സമയത്ത് എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇപ്രാവശ്യം ഞാനത് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ടാക്കോ ബെല്ലിൽ കയറിയിട്ട് ഒരു ടാക്കോ പാർസൽ വാങ്ങിച്ചു. പിന്നെ മീനാക്ഷി മോളിൽ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഷോപ്പിങ്ങിന് ഇന്ന് പ്രത്യേകിച്ച് മൂഡൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കടയിലൊന്നും കയറിയിട്ടില്ല. അവിടുന്ന് പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴാണ് ഈ ട്രെയിൻ കണ്ടത്, കുട്ടികളുടെ ട്രെയിൻ. ഈ ട്രെയിനിൽ എനിക്ക് കയറണമെന്ന് ഭയങ്കര ആശയുണ്ടായിരുന്നു. പക്ഷെ അതിൽ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളതിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ സാഹസികമായി കയറാൻ തോന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പുറത്തോട്ട് വന്നു. ക്യാബൊക്കെ ബുക്ക് ചെയ്തു. വെയിറ്റ് ചെയ്യാണ് ക്യാബിന്. പക്ഷെ ഭയങ്കര കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ മുടിയൊക്കെ പാറിപ്പറന്നു, കണ്ടില്ലേ. അങ്ങനെ അപ്പോൾ എൻ്റെ ക്യാബ് വന്നു. ഇതാ എൻ്റെ ടാക്കോ പാർസൽ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ റെഡിയായി ഗൈസ്. അപ്പോൾ ഓൺ ദ വേ ആണ്. ഈ ഓട്ടോയിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് ഈ മുടി ഇങ്ങനെ ഭയങ്കര ഫ്രിസിയാവും പാറി പറന്നിട്ടേ. അപ്പോൾ ഞാൻ വീടെത്താറായി. അപ്പോൾ നിങ്ങളെല്ലാവരും സൺഡേ എൻജോയ് ചെയ്യും. ഞാനും എൻ്റെ റെസ്റ്റ് ഓഫ് ദ ഡേ എൻജോയ് ചെയ്യട്ടെ. ബൈ.